ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കേൾക്കുക. പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾ ഇതിന് ഇൻവോൾവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ VIP ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ ജോയിൻ ചെയ്യാവുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ 29 ഏപ്രിലാണ്. ഓക്കെ, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, നമ്മുടെ VIP ഗ്രൂപ്പിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഓൺ ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഏതൊക്കെ ടൈമിലാണ് നമുക്ക് ട്രേഡിംഗ് ഉള്ളത്? നമുക്ക് ട്രേഡിംഗ് ഉള്ളത് ഏതൊക്കെ ടൈമിലാണ്? 11 AM -നുണ്ട്, 2 PM -നുണ്ട്, പിന്നെ 9 PM -നുണ്ട് അല്ലേ? ഈ 3 സമയത്താണ് നമുക്കുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ AI സിഗ്നൽസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. മാർക്കറ്റിനനുസരിച്ച് മാർക്കറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 10 to 11 ഒരു 25 to 20 ഓളം നിങ്ങൾക്ക് സിഗ്നൽസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ആ സിഗ്നൽസ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് സിഗ്നൽസ് വരും. ഇത് അതിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു. നമ്മുടെ ഏതാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് അതിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് USD ARS എന്ന് പറയുന്ന ഒരു പെയർ നമ്മൾ USD ARS എടുക്കുന്നു. ഓക്കെ, നമുക്ക് അപ്പിലേക്കൊരു സിഗ്നൽ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കേണ്ടത്. ഞാൻ നെക്സ്റ്റ് ക്യാൻഡിലാണ് അപ്പിലേക്ക് ട്രേഡ് എടുത്തത്. കണ്ടോ, നമുക്ക് സിഗ്നൽ വരുന്ന ആ ക്യാൻഡിൽ നിങ്ങൾ എടുക്കരുത് ട്രേഡ്. മനസ്സിലാവുന്നുണ്ടോ? ആ ക്യാൻഡിൽ നിങ്ങൾ എടുക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക. ഇനി ഈ സിഗ്നൽ ഇപ്പോൾ അപ്പിലേക്ക് കോൾ എന്ന് പറഞ്ഞാൽ അപ്പിലേക്ക് ഇത് ഓപ്പോസിറ്റായിട്ട് ഡൗണിലേക്ക് പോകാമെന്ന് വെച്ചിട്ടെ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്യാൻഡിൽ, തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങൾ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ ഒന്നും കൂടി അപ്പിലേക്ക് എടുക്കുക. അതാണ് ഇവിടെ 1 step MTG എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾ ട്രേഡ്സ് 1 minute, വെയിറ്റ് ഫോർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ. ടേക്ക് ട്രേഡ് നെക്സ്റ്റ് ക്യാൻഡിൽ. കണ്ടോ, നിങ്ങൾക്ക് അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്നുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഈ ഫ്ലോസ് യൂസ് 1 step MTG. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. കണ്ടോ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണിത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് വന്നു. കണ്ടോ, നോക്കിയേ. ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ 3 സിഗ്നൽ കൊടുത്തു, അതിൽ 2 വിന്നായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഈ ഗ്രൂപ്പിൽ ഈ പിന്നീട് മെസ്സേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ പിന്നീട് മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഹൗ ടു ടേക്ക് ട്രേഡ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കേട്ടോ, ഹൗ ടു ടേക്ക് ട്രേഡ്, ഹൗ ടു ടേക്ക് MTG, നോ ഫസ്റ്റ് ട്രേഡ് എമൗണ്ട്, മണി മാനേജ്മെൻറ്റ് ഷീറ്റ്, അക്കൗണ്ട് സെറ്റിങ്, ലൈവ് ട്രേഡിങ്, ഹൗ ടു പിൻ ഹൗ ടു പിൻ പെയേഴ്സ്, എങ്ങനെയാണ് പിൻ ചെയ്യുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസും മനസ്സിലാകുന്നുണ്ടോ? കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒരു ബിഗിനർ ആയിക്കോട്ടെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നും കൂടെ ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് റിസൾട്ട് വന്നിട്ട് ഇത് എനിക്കിനിപ്പോൾ ട്രേഡ് എനിക്ക് ഗ്രൂപ്പിൽ കൊടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പിൽ കൊടുത്തു, കംപ്ലീറ്റ് എല്ലാവരും വിന്നായി, എല്ലാവരും പ്രോഫിറ്റിലാണ്. ഇനി ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഉണ്ടോ, ഈ റിസൾട്ട് USD ARSൻ്റെ
സിഗ്നലാണെന്ന് വെക്കുക. ഓക്കെ ഓക്കെ, ഇത് അപ്പിലേക്ക് കോൾ, ഇത് തന്നെ USD ARS വന്നു, കോൾ എന്ന് പറഞ്ഞ ബട്ടൺ വന്നു, കോൾ എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, ഇപ്പോൾ വന്നേ, കോൾ എന്ന് പറഞ്ഞ് വന്നു കേട്ടോ. 12 സെക്കൻഡ് ഉണ്ട്. 10, 9, 7, 5, 3 കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കാൻ പോടും. നെക്സ്റ്റ് ക്യാൻഡിൽ എടുത്തു കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ അപ്പിലേക്ക് ട്രേഡ് എടുത്തു. എപ്പോഴും അപ്പിലേക്ക് പോകണമെന്നില്ല അല്ലേ? ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പിലേക്ക് പോകണമെന്ന് പോട്ടെ, പക്ഷേ എപ്പോഴും അപ്പിലേക്ക് പോകണമെന്നില്ല. ചിലപ്പോൾ റെഡ് ക്യാൻഡിൽ വരും, ഡൗണിലേക്ക് വരും. ഓക്കെ, ഈ ക്യാൻഡിൽ ഇപ്പോൾ ഡൗണിലേക്ക് വന്നു, ഓപ്പോസിറ്റായി നമുക്ക് ലോസ് വന്നു. അപ്പം എന്ത് ചെയ്യണം? നിങ്ങളിവിടെ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ അടുത്ത ക്യാൻഡിൽ ഡബിൾ എമൗണ്ട് ഇടുക. ഇപ്പോൾ $100 ഇട്ടെങ്കിൽ ഇവിടെ $200 ഇട്ടിട്ട് പിന്നെയും അപ്പിലേക്ക് തന്നെ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇത് ലോസ് ആവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എമൗണ്ട് അടിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മണി മാനേജ്മെൻറ്റ് ഷീറ്റിൽ എത്ര എമൗണ്ട് വരുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് എന്ന് വിചാരിക്കേണ്ട. ലോസും വരും. ലോസ് വരുമ്പോൾ ആ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യും. ഇപ്പോൾ ലോസ് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ USD ARS ഫസ്റ്റത്തെ സിഗ്നൽ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ലോസായി. എന്ത് ചെയ്തു? അടുത്ത സിഗ്നൽ നമ്മൾ വിൻ ചെയ്തു. അതിൻ്റെ അടുത്ത സിഗ്നൽ നമ്മൾ വിൻ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതികൾ. ഓക്കെ, ഡൺ. ഇനി ട്രേഡ് എടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് അപ്പിലേക്ക് തന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ അപ്പിലേക്ക് തന്നു വെച്ചിട്ടെ, ഇത് ഡൗണിലേക്ക് പോയി. നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ ഡബിൾ എമൗണ്ട് ഇടുക. അത് നിങ്ങളിടണം, വേറെ ആരും നിങ്ങളോട് പറയില്ല. ഡബിൾ എമൗണ്ട് ഇടുക, അപ്പിലേക്ക് പോകും, എടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ വിന്നാവുകയാണെങ്കിൽ ദൈവാനുഗ്രഹം. ഓക്കെ.